ഹരികുമാർ പറഞ്ഞു, ജാനുവരി 29 രാത്രിയിൽ 11 മണിയോട് കൂടി ഞാൻ സഹോദരിയായിട്ടുള്ള ശ്രീധുവിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എൻ്റെ മുറിയിലേക്ക് വരെ. അങ്ങനെ ബെഡിൽ നിന്നും എഴുന്നേറ്റ ശ്രീധു എൻ്റെ മുറിയിലേക്ക് വരവേ, ഇത് പോലീസിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഞാൻ കേട്ടതല്ല, പോലീസിനോട് അയാൾ പറഞ്ഞു, ഹരികുമാർ പറഞ്ഞു എന്ന് പറയുന്ന മൊഴിയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ കുറ്റപത്രവും തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ മുറിയിലേക്ക് ശ്രീധു വരവേ കുഞ്ഞ് കരഞ്ഞു. കുഞ്ഞ് കരഞ്ഞപ്പോൾ ശ്രീധു തിരികെ പോയി. അന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടന്നു. ഞാൻ മീൻസ് ഹരികുമാർ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു. തുടർന്ന് പുലർച്ചയോടുകൂടി ഈ ശ്രീധു ബാത്റൂമിലേക്ക് പോകവേ ആ തക്കം നോക്കി ഈ കുഞ്ഞിനെ എടുത്ത താൻ ഇതിനെ കൊണ്ടുവന്ന് കിണറിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. ഇതാണ് അയാളുടെ കുറ്റസമ്മത മൊഴിയായി പോലീസ് പറയുന്നത്. അപ്പോൾ പോലീസിന് ഇവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, അതായത് അപ്പുറവും ഇപ്പുറവും മുറിയിൽ താമസിക്കുന്ന സഹോദരിയും സഹോദരനും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശത്തിൽ വലിയ സംശയങ്ങൾ തോന്നി. അപ്പോൾ ഇയാളെ പലതവണ ചോദ്യം ചെയ്തപ്പോൾ ഇതിൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പലതും ഡിലീറ്റഡ് ആയിരുന്നു, നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്.